ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ വചന കൂട്ടായ്മ 2025 പ്രിയമുള്ളവരെല്ലാം ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങളായി നമ്മൾ കൂട്ടായ്മയെ നടത്തിക്കൊണ്ടു വന്നതായ ഈ ഒരു കാര്യപരിപാടി ഇന്നു മുതൽ ഓൺലൈനായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ട് അനേകരെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഒരു ആലോചന. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിച്ചുകൊണ്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഏകദേശം 20-30 വർഷമായിട്ട് ക്യാൻസർ രോഗവും ക്യാൻസർ ചികിത്സയും ഒരുപോലെ മുൻപോട്ട് വന്നു, വളരെ വികസിച്ചു. ചികിത്സ വികസിച്ചതോടൊപ്പം തന്നെ ക്യാൻസർ രോഗവും വികസിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ക്യാൻസർ രോഗം എന്ന് പറയുന്നത് ഒരു പനി വരുന്നത് പോലെയായിരുന്നു. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചെല്ലുന്നു, ചികിത്സ സ്വീകരിക്കുന്നു. ഏതാനും മാസങ്ങളിലെ ചികിത്സയിൽ ആ രോഗി പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് മടങ്ങി തന്റെ ഭവനത്തിൽ വന്ന് തുടർന്ന് ആരോഗ്യത്തോടെ ജീവിച്ച് ആയുസ്സിന്റെ അവസാനത്തിൽ മാത്രം ഈ ലോകത്തോട് വിട പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെറുപ്രായത്തിൽ നാം കണ്ടിരിക്കുന്നത്, ഏകദേശം 30-40 വർഷം മുൻപ്. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചതോടുകൂടി ക്യാൻസർ ചികിത്സ പുരോഗമിച്ചതോടുകൂടി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ക്യാൻസർ രോഗികൾ ചികിത്സ എടുത്ത് മരിക്കുന്നതാണ്. എൻ്റെ കഴിഞ്ഞ ഒരു ഏകദേശം 10 വർഷത്തെ അറിവിൽ ക്യാൻസർ രോഗം വന്ന് ആധുനിക ചികിത്സകൾ ചെയ്ത് ക്യാൻസർ രോഗം പൂർണ്ണമായി മാറിയെന്ന് വൈദ്യന്മാർ വിധിയെഴുതിയ പല വ്യക്തികളും പെട്ടെന്ന് രോഗം ബാധിച്ച് ഏതാനും മാസങ്ങൾക്കകം ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടു, അവരുടെ പണം നഷ്ടപ്പെട്ടു, ധാരാളം വേദന അവർ തിന്നു. അവരുടെ ബന്ധുമിത്രാദികൾ ധാരാളമായി പ്രയാസപ്പെട്ടു, വല്ലാതെ കഠിനമായി പ്രയാസപ്പെട്ടു. അവരുടെ എല്ലാം ധനം നഷ്ടപ്പെട്ടു. പക്ഷേ ജീവൻ മാത്രം തിരികെ ലഭിച്ചില്ല. ധാരാളം കേസുകൾ എനിക്കറിയാം. നിങ്ങൾക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത. 2018 പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ രോഗത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. ശാസ്ത്രം ഈ രോഗത്തിന് മുൻപിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞരെ നേരായ വഴിക്ക് നയിക്കുവാനായിട്ട്, രോഗചികിത്സ നേരായ വഴിക്ക് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ക്യാൻസർ രോഗികളെയും ക്യാൻസർ ചികിത്സാ വിദഗ്ധരെയും ക്യാൻസർ ചികിത്സ ചെയ്യുന്ന സ്ഥാപനങ്ങളെയും ഏറ്റവും പ്രധാനമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലാബറട്ടറികളെ, സ്ഥാപനങ്ങളെ, വ്യക്തികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഈ പാതയിൽ വഴി തെറ്റാതെ നേരായ മാർഗത്തിൽ, ഞാൻ പറഞ്ഞല്ലോ 30-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗി ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, ആശുപത്രിയിൽ ചെന്നാൽ ശരിയായ ചികിത്സ ലഭിക്കുകയും ആ രോഗം മാറി തുടർന്ന് ജീവിക്കുകയും ചെയ്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ക്യാൻസർ വന്ന രോഗി മരിക്കുന്നത് വളരെ കുറച്ചേ നമ്മൾ കേട്ടുള്ളൂ. ഇത് അനേക വർഷങ്ങളായിട്ടുള്ള രോഗമാണ്. ആയുർവേദത്തിലൊക്കെ 5000 വർഷം പഴകിയ ആയുർവേദത്തിൽ വരെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായ രോഗമാണ് ക്യാൻസർ. ക്യാൻസർ ഇന്നോ ഇന്നലെ വന്നതല്ല. മനുഷ്യനോളം ചരിത്രമുണ്ട് ഈ രോഗത്തിന്. പക്ഷേ ചികിത്സ ഇത്രയും ആധുനികമായി പുരോഗമിച്ചു എന്ന് നാം ഊറ്റം കൊള്ളുമ്പോഴും പക്ഷേ എവിടെയോ താളപ്പിഴകൾ, പാകപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരണനിരക്ക് കൂടിയിരിക്കുന്നു, ധനനഷ്ടം കൂടിയിരിക്കുന്നു, ജീവനഷ്ടം കൂടിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു വിഷയം പ്രാർത്ഥനയിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ആഴ്ചയിൽ 3 ദിവസങ്ങൾ, തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച വൈകിട്ട് 9:15 മുതൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നു. അതിനുശേഷം വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഉറക്കത്തിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ആരംഭ ദിവസമായതിനാൽ നമുക്ക് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാം. ഇതിന്റെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഡേവിഡ് ബ്രദർ തൃശ്ശൂരിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. മൈക്ക് ഓൺ ചെയ്യാമല്ലോ? പ്രിയ ഡേവിഡ് ബ്രദർ, ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട്
പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. പ്രാർത്ഥിച്ചോ. കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ മിഷൻ അനേക ലക്ഷം ജനങ്ങളിലേക്ക് എത്തുവാനും അതിലൂടെ സമ്പൂർണ്ണ വിടുതൽ ലഭിക്കുവാനും ഓരോ കുടുംബത്തിനും സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കാനും ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് ഈ മിനിസ്ട്രി നടത്തുന്ന ആൻസൺ പാസ്റ്ററെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആൻസൺ പാസ്റ്ററിലൂടെ ഞങ്ങളുടെ വീര്യപ്രവർത്തികൾ, അത്ഭുത പ്രവർത്തികൾ നടത്തുവാനായിട്ടുള്ള കൃപ, അധികം കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ആമേൻ. ഈ പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് പ്രാർത്ഥനയിലേക്ക്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുൻപ് ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ആപ്തവാക്യം സങ്കീർത്തനങ്ങൾ 147 3-ാം വാക്യം വായിച്ച് സ്വല്പ സമയം അത് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 147 വാക്യം 3: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്നവരെ ദൈവം സൗഖ്യമാക്കുന്നു. ദൈവം അവരുടെ മുറിവുകളെ കെട്ടുന്നു. നമുക്ക് നല്ല ശമരിയാക്കാരന്റെ ആ കഥ, ആ ചരിത്രം വളരെ നന്നായി അറിയാവുന്നവരാണ്. ഒരുവൻ മുറിവേറ്റ്, കള്ളന്മാരാൽ മുറിവേറ്റ് വഴിയിൽ കിടക്കുമ്പോൾ പലരും, വേണ്ടപ്പെട്ടവർ ആ വ്യക്തിയെ നോക്കാതെ പോകുമ്പോൾ ഒരു നല്ല ശമരിയാക്കാരൻ കടന്നു വന്ന് അവന്റെ മുറിവുകളെ കഴുകുകയും വെച്ച് കെട്ടുകയും ചെയ്ത് അവനെ തന്റെ മൃഗത്തിന്റെ പുറത്ത് ഏറ്റിയിട്ട് വഴിയമ്പലത്തിൽ ചെന്ന് അവിടെ താമസിച്ച് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തന്റെ യാത്ര തുടർന്ന് മടങ്ങി വരുമ്പോഴും കാര്യം അന്വേഷിച്ച് വരുന്ന ഒരു നല്ല ശമരിയാക്കാരൻ. നമ്മുടെ കർത്താവ് ഇതുപോലെയാണ്. കർത്താവ് ഒരിക്കലും മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ മറികടന്നു പോവുകയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും നമ്മുടെ ആശ്വാസവും. നമ്മളെ മുറിവുകളെ കെട്ടുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. ആ ദൈവത്തിലാണ് നമ്മുടെ സകല ആശ്രയവുമുള്ളത്. അതിനാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്: നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രോഗവ്യവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കേട്ട് സ്വർഗം ചായിച്ച് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവത്തെയാണ് നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ ഓൺലൈൻ ആയിരിക്കുന്ന 1-2 പേർ കൂടി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ചുരുക്കമായിട്ട് ക്യാൻസർ രോഗത്തെയും ക്യാൻസർ രോഗവ്യവസ്ഥകളെയും ക്യാൻസർ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആശ മൈക്ക് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനും നിത്യനുമായ സ്വർഗീയ പിതാവേ, ഈ പുതിയ വർഷത്തിൽ ഹല്ലേലൂയ ബഥാനിയ മിനിസ്ട്രി ആയിട്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കണം അവിടുന്ന് സാവകാശം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. ദേമാർത്ഥാവെ, ഞങ്ങളെ ഓരോരുത്തരെയും ആരോഗ്യത്തോടെ നിർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദേമാർത്ഥാവെ, ഞങ്ങളുടെ കൃപയോ ഹാലലൂയ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ലപ്പാ. ഹാലലൂയ, സ്തോത്രം. അവിടുത്തെ ദയ ഒന്ന് മാത്രമാണ് ഞങ്ങൾ നിന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുപ്പാ. ഹാലലൂയ. കൂടുതൽ അങ്ങേ പറ്റിച്ചേർന്നുകൊണ്ട് ജീവിപ്പാൻ തക്കണം അവിടുന്ന് ഇടയാക്കണമേ. പ്രതിയാൽ ഹാലലൂയ ക്യാൻസർ എന്ന രോഗത്തെ ഹാലലൂയ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ക്യാൻസറാൽ ഭാരപ്പെട്ട് ഹാലലൂയ ജീവിക്കുന്ന രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. ദേമാർത്ഥാവെ, രോഗിക്ക് നല്ല വൈദ്യൻ അങ്ങ് മാത്രമാണ്. ദേമാർത്ഥാവെ, ഹാലലൂയ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമായെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളുടെ വിശ്വാസത്താൽ ഞങ്ങൾ ഹാലലൂയ പ്രാർത്ഥിക്കുന്ന പിതാവേ. ദേമാർത്ഥാവെ, ഹാലലൂയ രോഗിക്ക് നല്ല വൈദ്യനാകിയാൽ ദേമാർത്ഥാവെ ഹാലലൂയ ക്യാൻസർ എന്ന രോഗത്തെ ഹാലലൂയ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ തക്കണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രോഗത്താൽ വലയുന്നവരെ ഹാലലൂയ മാരാ രോഗത്താൽ വലയുന്നവരെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. സൗഖ്യദായകൻ അവിടുന്ന് തൊട്ട് സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും പിതാവേ. ഹല്ലേലൂയ. ഡോക്ടേഴ്സിനും മെഡിസിനും ഒക്കെ ഒരു പരിമിതി ഉണ്ടല്ലപ്പാ. ഹാലലൂയ. എന്നാൽ ഹാലലൂയ സകലത്തെ നിയന്ത്രിക്കുന്ന നാഥനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹാലലൂയ. അവിടുന്ന് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ.
ദമാർത്താവെ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. വീണ്ടും അങ്ങയുടെ തിരുസന്നിധിയിൽ ദമാർത്താവെ ഞങ്ങള് ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പിതാവേ. ദമാർത്താവെ സൗഖ്യദായകൻ അങ്ങ് ഹാലലൂയ. അവിടുന്ന് സൗജന്യമായിട്ട് ഞങ്ങൾക്ക് സൗഖ്യം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദമാർത്താവെ ഹല്ലേലൂയ. അനേകർ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഞങ്ങളുടെ പരിചയക്കാരിലൊക്കെയും ഹാലലൂയ ക്യാൻസർ ബാധിച്ചവരുണ്ടല്ലോപ്പാ. ദമാർത്താവെ അവരൊക്കെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങ് ഹാലലൂയ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദമാർത്ത അവർ കഴിക്കുന്ന മരുന്നിനെയും ഹാലലൂയ ഡോക്ടേഴ്സിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ അവരുടെ ശരീരത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. വീണ്ടും ഹാലലൂയ ബദാനിയ മിനിസ്ട്രിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദമാർത്താവെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇരുവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ പിതാവേ. ആമേൻ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ 2018 ഈ പ്രാർത്ഥന ആരംഭിച്ച നിമിഷം മുതൽ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ക്യാൻസർ ചികിത്സാ ഗവേഷണത്തില് അനേക മുന്നേറ്റങ്ങൾ നടന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമുള്ളത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ റഷ്യ ഒരു ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു. അത് ഇന്നു മുതൽ അവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. ഏകദേശം മാസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയുവാൻ സാധിക്കും. അപ്പോൾ തന്നെ ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു ജീൻ തെറാപ്പി ആരംഭം കുറിച്ചു കഴിഞ്ഞു. അത് ഇപ്പോൾ അതിന്റെ ടെസ്റ്റിംഗ് ലെവലിലാണ്. അപ്പോൾ ഉറപ്പുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ ഏകദേശം 20-25 വർഷങ്ങൾ ധാരാളം ഗവേഷണങ്ങൾ നടന്നുവെങ്കിലും നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യവസായങ്ങൾ ഉയർന്നു വന്നു. ആ വ്യവസായങ്ങൾ ഉയർന്നു വന്നതോടുകൂടി ക്യാൻസർ രോഗത്തിന്റെ വ്യാപനം വർദ്ധിച്ചു വന്ന് അനേകർ രോഗികളായി മാറുന്നതും അവരുടെ പണമെല്ലാം ചിലവഴിച്ച ശേഷം അവർ മരണത്തിന് കീഴടങ്ങുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുള്ള എനിക്ക് നേരിട്ടറിയാവുന്ന 2 ഉദാഹരണങ്ങൾ ക്യാൻസർ ചികിത്സയിൽ വന്ന മാറ്റങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ മാരാമണ്ണ് തന്നെയുള്ള മാർ ക്രിസോസ്റ്റം മെത്രോപൊലീത്ത ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ രോഗിയായി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സ സ്വീകരിച്ചു. പൂർണ്ണ സൗഖ്യമുള്ളവനായി വീണ്ടും 50-ൽ പരം വർഷങ്ങളിലൂടെ ജീവിച്ച് നല്ല വാർദ്ധക്യത്തിൽ ഈ ലോകത്തോട് യാത്ര പറയുവാൻ ഉള്ള കൃപ ലഭിച്ചു. അന്നത്തെ എന്ന് വെച്ചാൽ 45 വർഷം മുൻപുള്ള ക്യാൻസർ ചികിത്സയുടെ മികവായിരുന്നു, അത് ഗുണമായിരുന്നു. അതേ സമയത്ത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് മാരാമണ്ണ് തന്നെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ലക്ഷ്മി എന്നു പേരുള്ള ഒരു അമ്മാമ്മ ത്രോട്ട് ക്യാൻസർ ഉണ്ടായിട്ട് തിരുവനന്തപുരം RCCയിൽ ഒരു ഡോക്ടറുടെ കീഴിൽ ചികിത്സ ആരംഭിച്ചു. ഏകദേശം 30-35 വർഷത്തോളം അമ്മാമ്മയെ ചികിത്സിച്ചത് ഒരു ഡോക്ടർ തന്നെയാണ്. മറ്റെങ്ങും ചികിത്സയ്ക്ക് പോയില്ല. അവർ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് നല്ല പ്രായത്തില് ഈ കഴിഞ്ഞ വർഷത്തില് ഈ ലോകത്തോട് വിട പറയുവാനിടയായി. ആരോഗ്യത്തോടെ ജീവിച്ച ലക്ഷ്മി മാമയെ ഞങ്ങൾ കണ്ടത് അതും വർഷങ്ങൾക്ക് മുൻപുള്ള ക്യാൻസർ ചികിത്സയുടെ മികവിനെ കാണിക്കുന്നു. എന്നാൽ ഇന്ന് ക്യാൻസർ ചികിത്സ വളരെ വിപുലമായി ആയ ഈ സാഹചര്യത്തിൽ ധാരാളം ആശുപത്രികൾ, ധാരാളം സ്പെഷ്യലിസ്റ്റുകൾ ഉള്ള ഈ സാഹചര്യത്തില് എനിക്ക് അടുത്തറിയാവുന്ന ധാരാളം പേര് വലിയ ക്യാൻസർ രോഗം വന്നില്ല, ചെറിയ ക്യാൻസർ രോഗം വന്നിട്ട് അവരെല്ലാം ചികിത്സയും ചെയ്ത് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു അവർ ചിലവഴിച്ച പണത്തിന് അവർക്ക് ഗുണമുണ്ടായി, അവരുടെ രോഗം മാറി. പക്ഷേ 1 വർഷത്തിനകം അവരെല്ലാം ഈ ലോകത്തോട് യാത്ര പറയുന്നതാണ്, നല്ല യൗവനത്തിൽ യാത്ര പറയുന്ന കാണുവാൻ സാധിച്ചത്. സ്വന്തം ഞാൻ ഈ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ അമേരിക്കയില് ഡോക്ടർ സ്കോട്ട് ഇപ്പോൾ ജയിലിലാണ്. ഏകദേശം 600ഓളം രോഗികൾ, ക്യാൻസർ ഇല്ലാതിരുന്ന രോഗികളെ ക്യാൻസർ രോഗികളാക്കി മാറ്റി ഇൻഷുറൻസ് തുക കവർച്ച ചെയ്യുവാനായിട്ട് 2014 ഡോക്ടറെ, വളരെ വിദഗ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് ആയിരുന്നു, ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു നോക്കുക, ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇതിനെല്ലാം പരിഹാരമുള്ളൂ. കാരണം ഈ ചികിത്സ നേർവഴിക്ക് പോകണം, ഗവേഷണം നേർവഴിക്ക് പോകണം, ശാസ്ത്രജ്ഞന്മാർ
ശരിയായ ദിശയിൽ ഗവേഷണം നടത്തണം. എങ്കിൽ മാത്രമേ ഈ രോഗത്തിന് ഒരു പൂർണ്ണമായ സൗഖ്യം ഈ ലോകത്ത് കാണുവാൻ നമുക്ക് സാധിക്കൂ. വസൂരി എപ്രകാരം ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടോ, ക്ഷയം എപ്രകാരം തുടച്ചു മാറ്റപ്പെട്ടോ, അതുപോലെ ക്യാൻസർ എന്ന രോഗവും ഈ ലോകത്തിന്റെ പരപ്പിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടണം. അതിനായിട്ട് ദൈവാത്മാവിന്റെ ഉള്ളിൽ തന്ന ഒരു ആലോചനയാണ് ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. സ്തോത്രം. മാത്രമല്ല അനേക അഭിഷിക്തർ രോഗശാന്തി വരത്തോടുകൂടി ക്യാൻസർ എന്ന രോഗത്തെ സൗഖ്യമാക്കുവാൻ തക്ക രോഗശാന്തി വരത്തോടുകൂടി എഴുന്നേൽക്കണം. കഴിഞ്ഞ 6 വർഷങ്ങളായി 7 വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ച് നമുക്കറിയാം, നമ്മെ ബന്ധപ്പെട്ട അനേകർ ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അവർ ചികിത്സ സ്വീകരിച്ചു, പക്ഷെ അവരുടെ ജീവൻ നഷ്ടപ്പെടാതെ അവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ആ സാക്ഷ്യം നമുക്കറിയാം. അപ്പോൾ അടുത്തതായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആലീസിനെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കേണ്ടത് ക്യാൻസർ ചികിത്സാ രംഗത്തെ ചികിത്സാ സൗകര്യങ്ങളും ഗവേഷണങ്ങളും, ഇതിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ ഓങ്കോളജിസ്റ്റ്, ക്യാൻസർ ചികിത്സ, ഇവരൊക്കെ നേർവഴിക്ക് മുൻപോട്ട് പോകുവാൻ ഈ ഒരു വിഷയം മാത്രം ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ബഥാനിയ മിനിസ്ട്രിയായ കർത്താവേ, സ്തോത്രം. ഈ വർഷത്തെ 1-ാം തീയതി കടന്നു വന്ന് കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയ വിധങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പദ്ധതി ഇട്ടിരിക്കുന്ന ഈ ആരംഭത്തെ നീ അനുഗ്രഹിക്കുമാറാക്കണമേ. അനേകം വ്യക്തിത്വങ്ങൾക്ക് ഒരു ആശ്വാസമായി കർത്താവെ, ഒരു തണലായി, തുണയായി, താങ്ങായി കർത്താവെ, സ്തോത്രം. ഈ പ്രാർത്ഥന കൂട്ടായ്മ മാറേണ്ടതിന് കർത്താവെ നീ ഇടപെടുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേക ക്യാൻസർ എന്ന രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അവർക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഓരോ സ്തോത്രം മെഡിക്കേഷൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. കർത്താവെ, നേരായത് ഉള്ളത് ലഭ്യമാകുവാൻ തക്കണം കർത്താവെ. കർത്താവെ, സ്തോത്രം. എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കർത്താവെ, സ്തോത്രം, ഞങ്ങളുടെ മധ്യയെ കർത്താവെ, സ്തോത്രം, വർദ്ധിപ്പിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കളവുള്ളവരെ നീക്കുമാറാക്കണമേ കർത്താവെ. കപടതയുള്ളവരുടെ കപടതകളെ നീ വെളിപ്പെടുത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, സ്തോത്രം. തങ്ങളുടെ ജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ നീറിക്കഴിയുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ക്യാൻസർ എന്ന രോഗം കവർന്നെടുക്കുന്ന കർത്താവെ, സ്തോത്രം, സ്തോത്രം. ആത്മീയ നന്മകളെ കർത്താവെ, സ്തോത്രം, പണത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. കർത്താവെ, ഇതിന്റെ ചികിത്സകൾ ഏറ്റവും മികച്ച ചികിത്സകൾ കർത്താവെ, സ്തോത്രം, നല്ല റേറ്റ്സിന് കിട്ടുവാൻ തക്കണം കർത്താവെ. അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ലഭിക്കാൻ തക്കണം കർത്താവെ. നീ പുതിയ വഴികളെ തുറക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. അതിനുപരിയായി ഇതിൽ നടക്കുന്ന ഗവേഷണങ്ങൾ നേരായ ദിശയിൽ കർത്താവെ നടപ്പാൻ തക്കണം നീ മുഖാന്തരങ്ങളെ ഒരുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇതിനെ കർത്താവ് കപടത കൊണ്ടുവരുവാൻ നോക്കുന്ന സകലരെയും ഇതിന്റെ മധ്യയിൽ നിന്ന് നീക്കുമാറാക്കണമേ. ഓരോ ദേശമായി നടത്തുന്ന ഓരോ റിസർച്ചുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദേശങ്ങളെ ഒരുമിപ്പിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ക്യാൻസർ എന്ന രോഗത്തിന്റെ റിസർച്ചിന് വേണ്ടി കർത്താവെ, ഇതിന്റെ വിടുതലിന് വേണ്ടി കർത്താവെ, സ്തോത്രം. കർത്താവെ, ഇതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ ഒരുമിച്ച് കൊണ്ടുവരുമാറാക്കണമെന്ന് നിന്റെ ജ്ഞാനത്തെ നീ പകർന്നു കൊടുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യഹോവയുടെ ജ്ഞാനത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുവാൻ തക്കോണം ഏവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇതിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ, നഴ്സസിനെ കർത്താവെ, സ്തോത്ര, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. നല്ല മനസ്സു കൊടുത്ത് കർത്താവെ, നേരായ മാർഗത്തിലുള്ളവരെ നീ ചേർത്ത് വരുത്തുകയാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പനെ, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാൾ ഈ രോഗത്തിന്റെ വിടുതലിനായി സ്തോത്രത്തോടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് എത്രയും വേഗം പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ കർത്താവെ, സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിപ്പാനായി മുഖാന്തരങ്ങളെ തുറക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാന്റെ രക്തത്താൽ ഞങ്ങളെ ഏവരെ മുദ്ര വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, സ്തോത്രം. കൃപയുടെ ഉത്തരവാന്മാരാകണമേ യേശുവേ, ആമേൻ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ജോയ് എന്നു പേരുള്ള ദേവദാസനാണല്ലോ അല്ലേ? ഒന്ന് മൈക്കോൺ ചെയ്യാമോ? പാസ്റ്ററല്ലേ കുറച്ച് മുമ്പ് ജോയിൻ ചെയ്തത്? ഞാനാണ് ജോയിൻ ചെയ്തത്, ഞാൻ പാസ്റ്റർ അല്ല. ഓക്കെ, നേരത്തെ ഒരു പാസ്റ്റർ ജോയിൻ ചെയ്തത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എവിടുന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ ഉഗാണ്ടയിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായി. സ്തോത്രം. ഇപ്പൊ പിടി കിട്ടി, മനസ്സിലായി. ഞാൻ ലണ്ടനിലായിരുന്നു. അതെ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. വെൽക്കം ഉഗാണ്ടയിലാണ്. വെൽക്കം ടു ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു. ഞാനൊരു വിഷയം പറയുകയാണ്, പ്രാർത്ഥിക്കാമല്ലോ? ഓക്കെ, പ്ലീസ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്
സ്തോത്രം, ദൈവത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ട് ലോകമെമ്പാടും അനേക ദൈവമക്കളെ, ദേവദാസന്മാരെ രോഗശാന്തി വരത്തോടുകൂടി, പ്രത്യേകാൽ ക്യാൻസർ രോഗത്തെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന അനേക അഭിഷിക്തർ ലോകമെമ്പാടും എഴുന്നേൽക്കുവാനായിട്ട്, കർത്താവ് എഴുന്നേൽപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലർ പറയുന്നത് പോലെ രോഗശാന്തി വരെ നിന്നിട്ടില്ല, കർത്താവിന്റെ വരവ് വരെയും അത് തുടരും. അത് ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമാണ്, ദൈവമക്കൾക്കുള്ള ദാനമാണ്. അതുകൊണ്ട് ആമേൻ. പ്രിയ ബ്രദർ, ആ ഒരു വിഷയത്തെ ലാക്കാക്കി ലോകമെമ്പാടും അനേകരെ കർത്താവ് അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഈ ഒരു വിഷയം ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ബദാന്യ മിനിസ്ട്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും കർത്താവേ, ഞങ്ങൾക്ക് ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കുവാനും തന്നിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയും കർത്താവെ അതിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് ലോകത്ത് കർത്താവെ ദൈവം അനേക ജനങ്ങളെ കർത്താവ് ക്യാൻസറാൽ ഭാരപ്പെടുന്നു, ജീവിതം നഷ്ടപ്പെടുന്നു കർത്താവെ. അവരെ വിടുവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ കർത്താവ്. അനേക ദൈവദാസന്മാരെ കർത്താവെ ലോകത്തിന്റെ കർത്താവ് എല്ലാ രാജ്യങ്ങളും കർത്താവിന്റെ കൃപകളാൽ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന്റെ കൃപകൾ കർത്താവ്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുവാൻ കഴിവുള്ള കർത്താവ് ദൈവദാസന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീരപ്രവൃത്തികൾ കർത്താവ് ജനത്തിന്റെ ഇടയിൽ നടക്കുവാൻ സ്വർഗമേ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങൾ കർത്താവ് ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ നാട്ടിലും കർത്താവ് വിദേശ രാജ്യങ്ങളിലും നടക്കുവാൻ ദൈവദാസന്മാർ ദൈവം എഴുന്നേൽപ്പിച്ച് കർത്താവ് ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ജനങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിശ്വസ്തരായിട്ടുള്ള അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. കൃപമേൽ കൃപ അവർ നിറയുവാൻ കർത്താവെ, അവർ വിടുതലിനെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെയുള്ള ദേവദാസന്മാർക്ക് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവം പ്രാർത്ഥന യാചനം കേട്ടനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടുപേരെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോൺസൺ ചാക്കോ കറുകിച്ചാലല്ലേ പാസ്റ്ററെ? സ്തോത്രം. അതുപോലെ തന്നെ ബിബിൻ ബ്രദർ എവിടുന്നാ ജോയിൻ ചെയ്തിരിക്കുന്നത് പറയാമോ? മൈക്ക് ഓൺ ചെയ്തോട്ടെ. ഓക്കെ, മനസ്സിലായി. നമ്മളുടെ സമയം ഏകദേശം തീരുവാൻ പോവുകയാണ്. അരമണിക്കൂറത്തെ പ്രോഗ്രാമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂറായി എങ്കിലും കുറച്ച് സമയം കൂടെ, ഒരു 10 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. നമുക്ക് യഥാർത്ഥത്തില് ക്യാൻസർ രോഗത്തിനുള്ള പ്രാർത്ഥന ശരിക്കും ആദ്യത്തെ 15 മിനിറ്റും ബാക്കി 15 മിനിറ്റ് വചനധ്യാനവുമാണ് നമ്മുടെ പ്രോഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഓൺലൈൻ വന്നുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് നാം ചിലവഴിച്ചു എന്നേ ഉള്ളൂ. പ്രാർത്ഥനയെക്കുറിച്ച് നാം പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, വളരെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശം അടച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശം തുറന്നു. പ്രാർത്ഥനയുടെ ഫലമാണ് ആ 2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അതിലെന്തെല്ലാം സംഭവ്യമാണ്. കാരണം നമുക്കറിയാം, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, ആകാശത്തെയും സമുദ്രത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിനല്ലാതെ ഈ കാലാവസ്ഥയുടെ മേൽ, ഭൂപരപ്പിന്റെ മേൽ, പ്രകൃതിയുടെ മേൽ, ആകാശത്തിന്റെ മേൽ ആർക്കും അധികാരമില്ല. അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശം തുറന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, ആകാശം അടഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചത് ഏലിയാവാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല അവിടെ അത് സംഭവിക്കുന്നത്. ഒരൊറ്റ കാര്യം കൊണ്ടാണ്, പ്രാർത്ഥന കേട്ട ദൈവം സ്വർഗത്തിലുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നാമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വ്യക്തി പ്രാർത്ഥിച്ചാൽ ഇന്ന ശക്തിയുണ്ട്, ഇന്ന നടക്കും, അങ്ങനെയല്ല. ദൈവമക്കൾ ആര് പ്രാർത്ഥിച്ചാലും, ഏതൊരു വിശ്വാസി പ്രാർത്ഥിച്ചാലും, ഏത് ദേവദാസൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയെല്ലാം ഒന്നാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്? സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയുടെ മറുപടി അയക്കുന്നതിലൂടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെട്ടവരുടെ പ്രാർത്ഥനയാ, മാനസാന്തരപ്പെടുവാൻ തയ്യാറുള്ളവരുടെ പ്രാർത്ഥനയാ. അതുകൊണ്ടാ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവാൻ തയ്യാറല്ലാത്തവന്റെ പ്രാർത്ഥന ഒരുപക്ഷെ ദൈവം കേൾക്കുകയില്ല. പക്ഷേ മാനസാന്തരപ്പെട്ട പുത്രനിൽ വിശ്വസിച്ച, ഹല്ലേലൂയ,
ഈ ലോക സൗകര്യങ്ങൾ സുഖങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധിയും വേർപാടും പാലിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് ദൈവം എപ്പോഴും സ്വർഗം ചായിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിന് എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ എന്നാണ്. പ്രിയമുള്ളവർ, തുടർന്നുള്ള ദിവസങ്ങളിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ വിഷയം ധ്യാനിച്ചു വരിക. നമ്മൾ ഹല്ലേലൂയ ഇതിൽ വചനം പങ്കുവയ്ക്കുന്നത് പങ്കെടുക്കുന്നവർ തന്നെയാണ്, അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ മാത്രം വചനം പറയുകയല്ല. സ്തോത്രം. പങ്കെടുക്കുന്നവരാണ്, അവർക്ക് സമയം ലഭിക്കുന്നു, അവർക്ക് ദൈവാത്മാവിലൂടെ ലഭിച്ച ബോധ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ എന്നുള്ളത് അബ്രഹാമിൽ തുടങ്ങി ഹല്ലേലൂയ സ്തോത്രം അവസാനത്തെ പുസ്തകത്തിൽ വരെ അവസാനിക്കുന്ന പ്രാർത്ഥനകൾ അനവധി നിരവധിയാണ്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം നമ്മൾ കൂടുമ്പോഴും ഓരോ പ്രാർത്ഥനകൾ എടുത്തിട്ട് ആ പ്രാർത്ഥനയെ കുറിച്ച് കുറച്ച് 10 മിനിറ്റ് എങ്കിലും കേൾക്കുന്നവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് സമയം മുൻപോട്ട് കടന്നുപോയി. ചുരുക്കമായിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ വിപിൻ സഹോദരനെ ക്ഷണിക്കുകയാണ്. ദേവദാസൻ പാസ്റ്റർ ജോൺ ഈ പ്രോഗ്രാം, ഇന്നത്തെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അവസാനിപ്പിക്കും. അതിന് മുൻപായിട്ട് വിപിൻ സഹോദരൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് പിടിയിലായിരിക്കുന്ന കുഞ്ഞു കുട്ടി ആബാലവൃത്തം സകല ജനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ ദൈവത്തിന്റെ കരുണയുണ്ടാകുവാൻ, മനസ്സലിവുണ്ടാകുവാൻ, ഇപ്രകാരമാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. അവൻ ഹല്ലേലൂയ ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, അവൻ അവരുടെ മുറിവുകളെ വെച്ച് കെട്ടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ചുരുക്കമായിട്ട് വിപിൻ സഹോദരൻ ഇപ്പോൾ മൈക്ക് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, അല്പനേരം കർത്താവെ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവേ അപ്പാ നീ ഞങ്ങളോട് കരുണ കാണിച്ച കൃപയ്ക്കായി നന്ദി കർത്താവേ. കർത്താവെ, ഞങ്ങളെല്ലാവരും ചുരുക്കം പേരായിട്ടായിരുന്നാലും കർത്താവെ അല്പനേരം ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവെ നിന്റെ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ, കർത്താവെ മറ്റുള്ള ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവെ തന്റെ ദാസനിലൂടെ കർത്താവെ ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു കർത്താവെ ഒരു ആശ്വാസമായി മാറുവാൻ, കർത്താവെ ഒരു സൗഖ്യമായി മാറുവാൻ കർത്താവെ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാരക രോഗങ്ങളാൽ പിടിക്കപ്പെട്ട കർത്താവെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ളവരുണ്ട് കർത്താവെ. കർത്താവെ, വിശ്വാസികളായിട്ട് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അപ്പാ നീ ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കണം കർത്താവെ. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നല്ലോ കർത്താവെ. അങ്ങ് വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നല്ലോ കർത്താവെ. നീ ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കണം കർത്താവെ. അപ്പാ നിന്റെ കർത്താവെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കർത്താവെ സൗഖ്യം ലഭിക്കുമല്ലോ കർത്താവെ. ഒരു വാക്ക് കൽപ്പിച്ചാൽ അങ്ങ് സൗഖ്യം കൽപ്പിക്കുമല്ലോ കർത്താവെ. കർത്താവെ, ഇന്ന് ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് കർത്താവെ മാരകമായ ക്യാൻസർ രോഗത്താൽ കർത്താവെ ഭാരപ്പെടുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, അങ്ങ് സൗഖ്യത്തിന്റെ കരവുമായി അവിടെ മധ്യത്തിൽ ഇറങ്ങിച്ചെല്ലണം കർത്താവെ. വേദനയുടെ കർത്താവെ കുടുംബരികൊണ്ടിരിക്കുന്ന 4th സ്റ്റേജും 5th സ്റ്റേജിലും ആയിരിക്കുന്ന കർത്താവെ രോഗികളുടെ മേൽ ദൈവത്തിന്റെ കരുണ കർത്താവെ വെളിപ്പെടണമേ കർത്താവെ. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവമല്ല കർത്താവെ, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് കർത്താവെ. ഈ നാമത്തിന്റെ ശക്തി കർത്താവ് വെളിപ്പെട്ട് കിട്ടുവാൻ കർത്താവെ അപ്പാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവെ അങ്ങയുടെ അളവറ്റ ശക്തി കർത്താവെ ഇന്ന് രാത്രികാലവും കർത്താവെ സൗഖ്യമായി വെളിപ്പെടുവാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അത്ഭുതവാനായ ദൈവമേ കർത്താവേ, ഞങ്ങൾക്കൊരു സൗഖ്യദായകനുണ്ടല്ലോ കർത്താവേ. അപ്പ ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞ യഹോവ റാഫയായി കർത്താവേ, ഇന്ന് രാത്രികാലം കർത്താവേ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ സൗഖ്യത്തിന് വേണ്ടി കാംക്ഷയോടെ കർത്താവേ വിശ്വാസത്തോടെ കർത്താവേ പൂർണ്ണ ഒരുക്കത്തോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അവിടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുതം ചെയ്യണം കർത്താവേ, അടയാളം ചെയ്യണം കർത്താവേ. നീ ഞങ്ങളോട് മനസ്സലിയണം കർത്താവേ. അപ്പാ ലംഘനം ക്ഷമിച്ചു കർത്താവേ, പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവേ. അങ്ങനെയാണെങ്കിൽ കർത്താവേ ഞങ്ങൾക്കും നിങ്ങൾക്കും കർത്താവ് ദൈവത്തിന് മധ്യത്തിലുള്ള കർത്താവ് മധ്യസ്ഥനായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നുണ്ടല്ലോ കർത്താവേ. കർത്താവെ കാൽവരിയുടെ രക്തം കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ കർത്താവേ. ആ രക്തത്തിന്റെ കർത്താവേ ഗുണം ഞങ്ങൾ അനുഭവിക്കും കർത്താവേ. ഞങ്ങളുടെ പാപത്തിന്റെ ക്ഷമ കർത്താവേ, ഞങ്ങളുടെ രോഗത്തിന് കർത്താവേ ഒരു വിടുതൽ കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ
കർത്താവെ അങ്ങ് കർത്താവെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. ദൈവഹിതം പോലെ സംഭവിക്കുവാൻ കർത്താവെ, സർവത്തിന്റെ ഉടമസ്ഥനായ സ്വർഗത്തിലെ ദൈവം കർത്താവെ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.